ഹായ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേയാ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ രാവിലെ ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് പ്ലാൻസ് ഒന്നുമില്ല. പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇവിടെ കൊച്ചിയിൽ ദർബാർ ഹാളിൽ. അപ്പം അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ അതിന് എൻ്റെ വേറൊരു ഫ്രണ്ട് വരും. ഓന്നോ. ഞാൻ രാവിലെ തന്നെ കുളിച്ചു. കാരണം അല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. യെസ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി റെഡി ആവുമായിരുന്നു. പിന്നെന്താ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരാനുള്ള ചാൻസ്. യെസ്. ഇപ്പം ഞാൻ കുറച്ച് ഹറി ആണ്. യെസ്. അപ്പം ഞാൻ ഔട്ട്ഫിറ്റ് എല്ലാം ചേഞ്ച് ചെയ്തു. യെസ്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കായിരിക്കും. അവിടെ പോയിട്ടുള്ള എടുക്കാൻ ചാൻസ് ഇല്ല. യെസ്. നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. ക്യൂട്ട്. യെസ്. ഞാൻ ഇത്ര മേക്കപ്പ് എപ്പോഴും ചെയ്യാറുള്ളൂ. ബെനിഫിറ്റിൻ്റെ ലിപ്പ് ആൻഡ് ഷെയ്ഡിൻ്റെ ഞാൻ എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലിപ്സിലും ബ്ലഷായിട്ടും ഭയങ്കര അടിപൊളിയാണ്. കുറേ നേരം ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ യൂഷ്വലി ബ്ലഷൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്ലഷൊന്നും കാണാറ് പോലുമില്ല. പക്ഷെ ഇത് ആക്ച്വലി നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാനിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ കഫേ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സാമ്പാർ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മൾ കേർഡ് റൈസ് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ അത് ഇവിടെ ഇല്ല ഇപ്പോൾ. മമ്മത് എങ്ങനെയുണ്ട്? ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഓയിലിയാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മേടിക്കാൻ. കുഴപ്പമില്ല. ഒരു 7 out of 10. വീഡിയോ ആണോ? കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആൾക്കാർ, ഞങ്ങളിപ്പോൾ പോയ ഹോട്ടലിൽ അതുല്യ രവീന്ദ്രകുമാർ ഉണ്ടായിരുന്നു, അങ്ങനെ പറയും. ഞങ്ങളിപ്പം എൻ്റെ ഒരു പിക്ചേഴ്സിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ ഇനോഗ്രേഷൻ അമീന വന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അമീനെ വിളിച്ചായിരുന്നു. അപ്പം അമീനയ്ക്ക് അതിൻ്റെ ഒരു വിഷമം കാരണം ഓഫീസിലായിരുന്നെന്ന് പറയുന്നു. അപ്പം അമീനയ്ക്ക് അതിൻ്റെ ഒരു വിഷമം കാരണം അമീന ഇന്ന് അത് കാണാൻ നമ്മൾ വന്നിരിക്കുക. ഇവിടെ ആടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നാലും ഇതിലും കാണിച്ചു തരാം. ഹായ്, അമിത്യ രവീന്ദ്രകുമാർ. ഞാനപ്പോൾ കൊല്ലവർഷം കലണ്ടറിലെ 3 മോഡൽസിലെ ഒരാളാണ്. ഞാൻ ഇത് സെക്കൻഡ് ടൈം, അതായത് ഈ 2 കലണ്ടറിൻ്റെയും ഞാൻ ഷൂട്ടിൽ ഉണ്ടായിരുന്നു മോഡലായിട്ട്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ഇയർ. അപ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആൻഡ്
അടിപൊളി ഫീലിംഗ് ആണ്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിട്ട് നമ്മളൊരു ഫസ്റ്റ് ഇയർ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഷൂട്ട് പോലെ ചെയ്യാമെന്നൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ മാൻ ദിസ് ഈസ് സം ഒരു എപ്പിക് ഷൂട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമീന ഇത് പറയൂ തൻ്റെ എക്സ്പീരിയൻസ് അല്ല ഫീലിംഗ്. അമീനൻ്റെ വെഡ്ഡിങ്ങാ 2 monthsലല്ല 1 month 1.5 months ഒക്കെ. അപ്പം അമീന എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയോ? അത്യാവശ്യം ഹാപ്പിയാണ്, കുറച്ച് നെർവസാണ്. നോക്കാം വരണമൊക്കെ വെച്ച് കാണാം. അപ്പം അമീനൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. അമീനൻ്റെ മെയിൻ ഡ്രസ്സല്ല, പക്ഷേ ഏതൊരു പരിപാടിയുണ്ട്. അതെ യെസ്